അവര് പറഞ്ഞ 29 ലക്ഷം രൂപ, 28 ലക്ഷം രൂപ. ആ, അത് ഞാൻ ഈ എടുത്തിരിക്കുന്ന എന്റെ 8.25 ലക്ഷം രൂപയുടെ പൈസയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കളക്ടർ തന്നിട്ടുള്ള കാശിൽ നിന്ന് 10 പൈസ എടുത്തിട്ടില്ല. കളക്ടറിന്റെ അക്കൗണ്ടിൽ ഇനി എന്തോരം പണം കെടുക്കുന്നുണ്ടെന്നും എനിക്കറിയില്ല. എനിക്ക് SSCന്ന് എന്താവശ്യത്തിന് വേണമെങ്കിലും ആവശ്യകാര്യങ്ങൾക്ക് ചേച്ചി ഉപയോഗിച്ചോന്നും പറഞ്ഞാണ് ഈ കാശ് തന്നേക്കുന്നത്. 8.25 ലക്ഷം. അതിപ്പോ എനിക്ക് പുറവശത്തേക്കുള്ള മതിൽ പണിയാനും മുകളിൽ വീട് പണിയണം, പല മേയണം, മഴക്കാലത്ത് 2 മുറി പണിയണം. അതിന് പല ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്രയും പൈസ എടുത്തിരിക്കുന്നത്. അല്ലാതെ അനധികൃതമായിട്ട് നശിപ്പിക്കാനായിട്ടൊരു പൈസയും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇത് കുടുംബ ചെലവിനും ഇതിനകത്തുനിന്ന് ഞാൻ കാശെടുക്കുന്നുണ്ട്. എനിക്ക് സുഖമില്ലാത്ത ഒരാളുമാണ്. എനിക്ക് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് ഇതുവരെ ചെയ്തിട്ടുള്ള ഇത്രയും കാശിനകത്തുനിന്നാണ് ഞാൻ ഇവിടെ വന്ന് അന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ വേറെ രീതിയിൽ 10 പൈസ എടുക്കോ അനധികൃതമായിട്ട് എനിക്ക് എന്തോരം പണം ഉണ്ടെന്നോ എന്തുണ്ടെന്നോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ചെക്കുണ്ട്, ബുക്കുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് കിട്ടുന്നത് ഒരു മാസത്തിൽ 12 രൂപ വെച്ചാണ്. ആ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇവിടെ ഞാൻ കഴിയുന്നത്. 2 മാസം കൂടുമ്പോൾ അത് ഒരുമിച്ചാണ്. പക്ഷെ എനിക്കറിയില്ല ഈ ആളുകളൊക്കെ എന്താ ഇങ്ങനെ പറയണെന്നൊന്നും. ഗവൺമെന്റിൽ നിന്ന് സർക്കാർ മന്ത്രി പ്രഖ്യാപിച്ചു, എനിക്ക് പെൻഷൻ കാശ് പ്രഖ്യാപിച്ചു. ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം അത് കിട്ടാണ്ടായി കുറെ നാളായി കഴിഞ്ഞിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് ആ ഒരു പെൻഷൻ കാശ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഇത്രയും മാസമായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഒരു പെൻഷൻ കാശും കിട്ടിയിട്ടില്ല.